ഹല്ലേലൂയ. യേശുവിന്റെ രക്ഷാകര ചരിത്രം മുഴുവൻ വിശുദ്ധ കുർബാനയിലുണ്ട്. യേശുവിന്റെ ജനനം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ്, വീണ്ടും വരവ് എല്ലാം കംപ്ലീറ്റ് ജീവിതമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ബലി എന്ന് പറഞ്ഞാൽ? ബലി, വിശുദ്ധ കുർബാനയെ ബലി എന്ന് പറയുന്നു. യേശു കാൽവരിയിൽ ബലിയായി തീർന്നു എന്ന് പറഞ്ഞാൽ തന്റെ ജീവനെ, തന്റെ രക്തത്തെ, തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി വിട്ടുതന്നു തകർക്കപ്പെടുവാൻ. സെഖിയോൻ മാളികയിൽ വെച്ച് അപ്പമെടുത്ത് ആശീർവദിച്ചു പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. പാനപാത്രം എടുത്തു, ഇതെന്റെ രക്തമാണ്. പുതിയ ഉടമ്പടിയുടെ രക്തം വാങ്ങി പാനം ചെയ്യാനാ പറയുന്നത്, വാങ്ങി ഭക്ഷിക്കാനാ പറയുന്നത്. യേശു ബലിയായി എന്ന് പറഞ്ഞാൽ തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി തരിക. അവൻ സ്വയം കുരിശിൽ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവന്റെ, ആത്മാവിന്റെ, മനസ്സിന്റെ ഭാഗമായിട്ട് മാറുവാൻ അവൻ അപ്പമായിട്ട് മാറുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ദിവ്യകാര്യത്തിലൂടെ യേശു വരുമ്പോൾ യേശു നമ്മുടെ ശരീരത്തിന്റെ, ആത്മാവിന്റെ, മനസ്സിന്റെ, ജീവന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ബലി എപ്പോഴാ പൂർത്തിയാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ ബലി പൂർത്തിയാകുന്നത്? ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാൻ, അല്ല നിങ്ങൾ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരുമ്പോൾ, ബലിയായിത്തീരുമ്പോൾ നീ കുർബാനയായിട്ട് മാറുകയാണ്. ഈശോയെ സ്വീകരിക്കുന്ന ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബലിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ഒരു അനുഭവം ഞാൻ പറയാം. ഒരു പിതാവ് കൂലിപ്പണിക്കാരനാണ്. 2 കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. പണിയൊക്കെ എടുക്കും. നല്ല മനുഷ്യനാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മിക്കാറും ചിലപ്പോൾ അകലെയൊക്കെ പണിയെങ്കിൽ ആഴ്ചയിലൊരു ദിവസമൊക്കെ വീട്ടിൽ വരുന്നത്. ടൗണിൽ വന്ന് ബസ് ഇറങ്ങിയ ഉടനെ ഒരു പ്രാവശ്യം കണ്ട ഈ മനുഷ്യൻ, നല്ല മഴയുടെ സമയമാണ്, ഒരു കുടയും ചൂടി സഞ്ചിക്കകത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ പരിചയമുണ്ട്. വിളിച്ച് വണ്ടിയെ കയറ്റി അദ്ദേഹത്തിന് ഇറങ്ങിട്ട് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, എവിടെ? അപ്പം ഒരാഴ്ച പണിക്ക് പോയതാണ്. കുഞ്ഞുങ്ങൾ 3-4 പേരുണ്ട്. കുടുംബം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ മനുഷ്യന് ആ ടൗണിൽ ബസ് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്നതെന്നറിയോ? അവിടുത്തെ ചായക്കട കയറിയിട്ട് പിള്ളേരുണ്ട്, 4 പേര്, ഭാര്യയുണ്ട്. എന്തെങ്കിലും കടി, പരിപ്പൊടിയോ ബോണ്ടായോ അല്ല മറ്റെന്തെങ്കിലും കടിയൊക്കെ മേടിച്ച് ഈ മനുഷ്യൻ വരും വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. ആ കുഞ്ഞുങ്ങൾക്ക്, കാരണം കഷ്ടപ്പാടിൻ്റെ ജീവിതമാണ്. ഒരു ദിവസം ഇതാ ഒരു വാഹനം ഇടിച്ച്, സാധനമൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് ഒരു വാഹനം ഇടിച്ച് ഈ മനുഷ്യൻ മരിക്കുകയാണ്. അവിടെ ചിതറിക്കിടക്കുന്ന കൂട്ടത്തിൽ അന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്ന് പരിപ്പൂടയും ബോണ്ടായും മറ്റ് സാധനങ്ങളൊക്കെ അവിടെ വഴി ചിതറിക്കിടക്കുക. വാഹനം ഇടിച്ച് അപ്പൻ മരിച്ചു കിടക്കുക. ഉണ്ടോ? ബലിയാകുക. അതാണ് ബലി എന്ന് പറയുന്നത്. ഞാൻ ഓർക്കണം, ഇന്നും ആ മനുഷ്യൻ ആ മഴയത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ചെറിയ ഒരു കുടയും ചൂടി ഇത് പിടിച്ചു പോവുക. പിടിച്ചിങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ വിളിച്ച് വണ്ടിയെ കയറ്റുന്നത്. ആ മനുഷ്യൻ കണ്ടപ്പോൾ ഞാൻ, ദൈവമേ, ഈ അപ്പൻ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഈ അപ്പൻ ഒരാഴ്ചയായിട്ട് മറ്റേതോ സ്ഥലത്ത് പണിയെടുത്തിട്ട് ഒരു കള്ളു കുടിക്കോ വീടി വലിക്കോ ഒന്നുമില്ല. നല്ല മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇതൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വരിക. ഞങ്ങൾക്ക് ഒരു അപ്പൻ്റെ ആ ഒരു കഷ്ടപ്പാടും ആ ജീവിതമൊക്കെ, ഇതുപോലെ ജീവിക്കുന്ന അപ്പന്മാരുണ്ടെന്നേ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർ. ഇതാണ് ബലി, ഇതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിന് വേണ്ടി മുറിക്കപ്പെടണം. മുറിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്, മുറിക്കപ്പെടുമ്പോൾ രക്തമൊഴുകും, മുറിക്കപ്പെടുമ്പോൾ നൊമ്പരമുണ്ട്, കണ്ണുനീരൊഴുകും. ഇരിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മുറിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ബലിയായിത്തീരണം. ഇതാണ് ബലി ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ധ്യാനം നടക്കുക കോട്ടയം കാരിസ് ഭവനിൽ വർഷങ്ങൾക്ക് മുമ്പ്. ഞാനിങ്ങനെ കുർബാനയെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കാണാം പുറകിൽ ഒരു സിസ്റ്റർ ഇരുന്ന് കരയുക. ഞങ്ങളുടെ സിസ്റ്ററുടെക്ക് തുവാലയൊക്കെ എടുത്ത് കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞു, ആ സെക്ഷൻ കഴിഞ്ഞു, ഭക്ഷണത്തിന് വിട്ടു. രാവിലെ കാപ്പുടിയുടെ സെക്ഷൻ വിട്ടു 9 മണിക്ക്. ആ സിസ്റ്റർ എൻ്റെ അടുക്ക് വന്നിട്ട് വന്നു. ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്തിനാ കുർബാനയുടെ ക്ലാസ് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നത്? സിസ്റ്റർ പറയാ, ബ്രദറെ, ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ആ സിസ്റ്റർ പറയാണ്, ഞങ്ങൾ
മക്കള് 4 പേര്, 3 പെണ്ണും 1 ആണും. അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് മരിച്ചുപോയി. ഞങ്ങൾ 3 പെൺമക്കളിൽ 2 പേര് സിസ്റ്റേഴ്സാണ്. ഒരു ചേച്ചി കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. വീട്ടിൽ അമ്മയുണ്ട്, എൻ്റെ ഇളയ ആങ്ങളയുണ്ട്, 42 വയസ്സ് പ്രായം. ആ സിസ്റ്റർ പറയുക, എൻ്റെ ആങ്ങള ഒരു മന്ദബുദ്ധിയാണ്, ഒരു 120 കിലോ തൂക്കം വരും, വണ്ണം വെച്ച് ഒരു മന്ദബുദ്ധിയായ ഒരു ആങ്ങളെ എനിക്കുള്ളത്. സിസ്റ്റർ കരയ. അവനെ നോക്കുവാൻ പ്രായമുള്ള എൻ്റെ അമ്മയ്ക്ക് 80ഓളം വയസ്സ് പ്രായം, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. സിസ്റ്ററിനോട് ചോദിക്കാം, ബ്രദറെ അവരെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ വിളിച്ചു പറഞ്ഞാൽ വന്നാൽ ബ്രദർ പ്രാർത്ഥിക്കാം. ഞാൻ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാം. അന്ന് ഉച്ചക്കത്തെ ബ്രേക്കിൻ്റെ സമയത്ത് ആളിലെ പക്ഷത്ത് വിട്ടപ്പോഴത്തേക്കും ഒരു ജീപ്പയിൽ ഈ അമ്മയും മകനെയും ഒക്കെ ആയിട്ട് സിസ്റ്റർ വിളിച്ചു പറഞ്ഞ് അവിടെ മുറ്റത്ത് എത്തി. സിസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്നു, അമ്മയെ കൈ പിടിച്ചൊക്കെ ഇറക്കി. ബൈക്കിലെ ആ ജീപ്പിൻ്റെ ഡോർ തുറന്ന് ആ മകനെയും പിടിച്ചിറക്കി. ഒരു പാൻറ്റും ഒരു ഹാഫ് കൈ ഷർട്ടും ഒക്കെ ഇട്ട് വണ്ണമുള്ള, നമുക്കറിയാം മന്ദബുദ്ധിയാണ്, പാവം. അമ്മയായിട്ട് സംസാരിച്ചു. അമ്മയ്ക്ക് 80ഓളം വയസ്സുണ്ട്. അമ്മ പറയുക, എന്നെ വിളിക്കാം, മോനെ എനിക്കറിയത്തില്ല, ഇവനെ ബാത്റൂമിൽ കൊണ്ടുപോകണം, ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണം. ഇവൻ ബാത്റൂമിൽ നിന്ന് ഉരുണ്ട് വീണാൽ എനിക്കിവനെ പൊക്കാൻ പോലും പറ്റത്തില്ല. ഞാനിതൊക്കെ കേട്ടു. അതിനുശേഷം ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഈ അമ്മയുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, സിസ്റ്റർ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ മന്ദബുദ്ധിയായ മകൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്ററും ഈ അമ്മയൊക്കെ കരയുക. ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ അമ്മ കണ്ണുനീരൊക്കെ തൂത്തിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മോനെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും? ഈ അമ്മ ചോദിച്ച ചോദ്യം ഇതാ. എത്ര സങ്കടം നോക്കേ. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും? 42 വയസ്സുള്ള മന്ദബുദ്ധിയായ മകനാ. 80 വയസ്സുള്ള ഈ അമ്മയുടെ ചങ്കിനകത്തെ വേദന ഇതാണ് ബലിയെന്ന് പറയുന്നത്. സ്വന്തം കുഞ്ഞിന് വേണ്ടി ഈ അമ്മ ബലിയായിട്ട് തീരുകയാ. ഓരോ വിശുദ്ധ കുർബാനയും ബലി എന്ന് പറയുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും ബലിയാവണം. കുടുംബത്തിനു വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലിയാകണം. ഉരുകിത്തീരുന്ന ബലിയായിട്ട് മാറണം. നമ്മുടെ മക്കള് നമ്മളെ കുറിച്ച് പറയണം, അപ്പനെ കുറിച്ച് പറയണം. എൻ്റെ അപ്പൻ നീതിമാനായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി അപ്പൻ ജീവിച്ചത്. നമ്മുടെ മക്കൾ അമ്മയെക്കുറിച്ച് പറയണം. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ഒന്ന് ചിന്തിച്ചേ. ഞങ്ങളുടെ മക്കൾ പറയണം, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന സ്നേഹമുള്ള വിശുദ്ധയായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാ ജീവിച്ചത്, ഞങ്ങൾക്ക് വേണ്ടിയാ അമ്മ ജീവിച്ചത്. ഇതാണ് ബലി എന്ന് പറയുന്നത്. ഇതാ കുടുംബജീവിതം. ഹല്ലേലൂയ. ബലിയായി തീരാനായിട്ട് കുടുംബജീവിതത്തിലേക്ക് ഓരോ ഭാര്യയും ഭർത്താവിനെയും കർത്താവ് വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, പല താബൂറിൽ ധ്യാനം നിർത്തുക. ഒരു അമ്മ 85 വയസ്സുണ്ട്. നമ്മുടെ പണ്ടത്തെ ചട്ടയും മുണ്ടും ഒക്കെ എടുത്തൊരമ്മ, കാതിൽ കുണുക്കുമൊക്കെ ഉണ്ട്, നേരിത പൊതിച്ചിരിക്കുന്നത്. ഏതാനും വർഷം കൂടുന്ന സംഭവം. ഈ അമ്മ എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി മോനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, അമ്മച്ചി ആരാ നോക്കുന്നു? എന്നെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് 5-6 മാസം മുമ്പ് മരിച്ചുപോയി. എന്നിട്ട് പറയുക, നല്ല മനുഷ്യനായിരുന്നു, വല്ലപ്പോഴും ഒക്കെ നേരത്തെ പണ്ട് ഇച്ചിരി കള്ളൊക്കെ കുടിക്കുക, എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുക. കയ്യിലൊരു കുഞ്ഞു തൂവാലയുണ്ട്, അതുകൊണ്ട് കണ്ണുനീരൊക്കെ തുറച്ചു. അതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, അമ്മച്ചി ഇപ്പോൾ ആരെ നോക്കുന്നത്? അമ്മച്ചിക്ക് 4 മക്കളാണ്, ഒരു പെണ്ണും 3 ആണുങ്ങളും. ഇളയ മോൻ്റെ കൂടെ കുടുംബത്താണ്. ഞാൻ ചോദിച്ചു, ഇളയ മോൻ അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കുന്നുണ്ടോ? പറയാ, എൻ്റെ മോൻ എന്നെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, അവൻ്റെ ഭാര്യ നല്ലൊരു പെണ്ണ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എൻ്റെ ഏറ്റവും വലിയ ദുഃഖം, ഈ പറഞ്ഞ വാക്കുതാ, അതിയാൻ, അതായത് ഭർത്താവിനെയാ, അതിയാൻ പോയി. അതാ എൻ്റെ സങ്കടം മുഴുവൻ. നല്ല സ്നേഹമായിരുന്നു. ഇതാണ് കുടുംബജീവിതത്തിന്റെ എന്താ അടിസ്ഥാനം. ആർക്കും പിരിക്കാനാവാത്ത വലിയ ഒരു ബന്ധത്തിന്റെ അനുഭവമാണ് ഭാര്യാഭർത്തൃ ജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തില്
ഈ ബന്ധങ്ങളെ വെട്ടിമുറിക്കാൻ ആർക്ക് സാധിക്കുന്നത്? അപ്പൻ, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ്. ഈ ബന്ധം വലിയൊരു ആത്മബന്ധത്തിന്റെ അനുഭവമായിട്ട് മാറണം. മക്കളെ ആർഭാടത്തിലും ലാവിഷായിട്ടും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ജീവിക്കുന്നതും വളർത്തുന്നതുമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ശിക്ഷണത്തില്, പ്രാർത്ഥനയില്, വിശ്വാസ പാരമ്പര്യങ്ങളില്, ബലിപീഠത്തോട് ചേർത്ത്, സഭയോട് ചേർത്ത് നമുക്ക് വളർത്താൻ സാധിച്ചാൽ ഒരപ്പന്റെ, അമ്മയുടെ ജീവിതം ധന്യമായി. ഇന്ന് എത്രയോ യുവതിവാക്കന്മാരാ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, അങ്ങനെ ജീവിക്കുന്ന. ഒത്തിരി സങ്കടമുള്ള ഒരു കാര്യമാണത്. ഇവിടെ നമ്മൾ വചനത്തിൽ കണ്ടു, മാതാപിതാക്കന്മാർ യേശുവിനെ കൂട്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഒരു ദിവസം വഴിവിട്ടപ്പോൾ അവർക്ക് മനസ്സിലായത് യേശു കൂടെയില്ല. സങ്കടമായി. യേശു കൂടെയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബനാഥനും നാഥയും ചിന്തിച്ചേ, യേശു നിങ്ങളുടെ കൂടെയുണ്ടോ? യേശു നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? എന്നാ യേശുവിനെ നിങ്ങൾക്ക് നഷ്ടമായത്? കുടുംബജീവിതത്തിൽ എന്നാ പാളിച്ച സംഭവിച്ചത്? ഒരു ദിവസത്തെ വഴിപിന്നിട്ടു, യേശുവിൽ നിന്ന് മനസ്സിലായി. പെട്ടെന്ന് യേശുവിനെ തേടി മാതാവും ഔസേപ്പിതാവും ജെറുസലേമിലേക്ക്, ദേവാലയത്തിലേക്ക് തിരിച്ചു മടങ്ങുക. അവരെ 3 ദിവസത്തെ വഴി പിന്നിട്ട് 3 ദിവസമായിട്ട് അന്വേഷിച്ച് അവർ ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ നിന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ത്? അടുത്ത ചോദ്യം, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു. മാതാവ് പറയുന്ന വാക്കാ നിന്റെ പിതാവ്. പിതാവും ഞാനും, അതാണ് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു. ഇതാണ് മാതാവിന്റെ വിധേയത്വം. മാതാവ് പറയാ, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ അന്വേഷിക്കായിരുന്നു. മാതാവിന് ഇങ്ങനെ പറയാമല്ലോ, ഞാനും നിന്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു. മാതാവ് അങ്ങനെ പറഞ്ഞില്ല. മാതാവ് പറഞ്ഞു, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു. അവിടെ ഔസേപ്പിതാവിനാണ് സ്ഥാനം കൊടുക്കുന്നത്, മാനിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവിന് വിധേയപ്പെടണം, ഭർത്താവിനെ മാനിക്കണം. ഭർത്താവിനെ ഒരു ഭാര്യ മാനിച്ചാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഭാര്യയുടെ ശിരസാണ് ഭർത്താവ്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം. ഇന്ന് കാലം മാറി, ഭാര്യമാർക്കും ജോലിയൊക്കെ ആയി. വരച്ചവരെ ഭർത്താവിനെ തുത്തുന്ന എത്രയോ ഭാര്യമാരുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ, അവിടെ നേഴ്സുമാർക്ക് നല്ല സാലറിയാണ്. ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ 5-6 ലക്ഷം രൂപ ഉണ്ട്. അമേരിക്കയിലും ഭയങ്കര ശമ്പളമാണ്. UK ഒരു 3 ലക്ഷം രൂപ കിട്ടും. കെട്ടിയമാർക്ക് പലർക്കും ജോലി, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലി വളരെ ചെറിയ ജോലി കിട്ടുള്ളൂ. അവിടെ വൈറ്റ്സിനും ബ്ലാക്സിനും ഒക്കെ 1ാം സ്ഥാനം ജോലി കിട്ടുന്നത്. കെട്ടിയമാർക്ക് ജോലി സാലറി കുറവായിരിക്കും. ആ കുടുംബത്തിന്റെ ഭരണം പിന്നെ ഭാര്യ. ചില വീട്ടില് ഭാര്യയ്ക്കും ഭർത്താവിനും സെപ്പറേറ്റ് അക്കൗണ്ടാണ്. ഭർത്താവിന് അക്കൗണ്ടുണ്ട്, ഭാര്യയ്ക്ക് അക്കൗണ്ടുണ്ട്. അങ്ങനെയുള്ള ചില വീട്ടിലെ രീതിയൊക്കെ ചുമ്മാ പറയുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. കാരണം അവർക്ക് സാലറി കൂടുതലുണ്ട്. ഞാൻ പറയുന്ന പോലെ താൻ കേട്ടാൽ മതി. പല ഭർത്താക്കന്മാരും പിള്ളേരെ നോട്ടവും വീട്ടിൽ കഞ്ഞിവയും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. വളരെ വിഷമത്തില്ല, ജോലിയും കിട്ടാൻ പാടാണ്. അപ്പോൾ ചില സ്ത്രീയുടെയൊക്കെ അഹങ്കാരം, ചില പെണ്ണുങ്ങളുടെയൊക്കെ, നല്ല കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ചില അലമ്പ് പിടിച്ച കുടുംബത്തിലെ പെണ്ണുങ്ങളാണ്. ഈ 3 ലക്ഷം രൂപ ഒന്നിച്ച് കാണുമ്പോഴത്തേക്കും പിന്നെ ഒരു തിളപ്പാണ്. അങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട്. കുടുംബം തകർന്നു പോകും, പൊക്കോണ്ടിരിക്കുക. എത്ര ഡിവോഴ്സ് കേസുകളാണ്. അതുപോലെ കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത. അത് പറയുന്നതിന് ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ മാതാവും ഔസേപ്പിതാവും കൂടെ ഈശോയെ കാണാൻ നമ്മൾ അന്വേഷിച്ച് എവിടാ പോയത്? ഒച്ചത്തിൽ പറഞ്ഞേ. ജെറുസലേം ദേവാലയത്തിലേക്കാണ് പോയത്. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. നിങ്ങളുടെ ഒരു മകൾ സാധാരണ കോളേജിൽ അല്ലെ എവിടെയെങ്കിലുമൊക്കെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എവിടെങ്കിലും പോയി എന്ന് വിചാരിക്കുക, വീട്ടിൽ കോളേജിൽ പോയി സാധാരണ മോള് അല്ലെ മോൻ ഒരു 5:30 വരേണ്ടതാണ്. 5:30 വണ്ടിക്ക് വന്നിട്ടില്ല. വരാതെ വന്നപ്പോൾ ആകപ്പാടെ ഒരു ഉത്കണ്ഠ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി നോക്കുവോ? എൻ്റെ മോൾ വന്ന വഴിക്ക് ദേവാലയത്തിൽ കയറുന്ന ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചേക്കാം. കൊച്ചിനെ പള്ളി കാണുമോ? മോനെ പള്ളി കാണുമോ? ഇനി എവിടെങ്കിലും ദിവ്യകാരുണ്യ ആരാധന ഉണ്ടെന്ന് വിചാരിക്കുക. 24 hours അഡോറേഷൻ, അല്ലെ പകൽ മാത്രം അഡോറേഷനുള്ള ഏതെങ്കിലും ചാപ്പലിൽ നിങ്ങളുടെ മകള് കാണുമെന്ന് ചങ്കുറപ്പോടെ പറയാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരപ്പനമ്മയ്ക്ക് പറ്റുമോ? അന്വേഷിച്ചിറങ്ങിയാൽ 5:30 വരെ കൊച്ചിനെ കണ്ടില്ല, 7 മണിയായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എവിടെ അന്വേഷിക്കും? ഒന്നുകിൽ അവൻ കൂട്ടുകാരുടെ കൂടെ കഞ്ചാവ് വലിക്കുന്ന കേന്ദ്രത്തിലായിരിക്കും, അല്ലെ ക്രിക്കറ്റ് കളിക്കുന്നിടത്തായിരിക്കും, അല്ലെ സിനിമാ തിയേറ്ററിലായിരിക്കും, അല്ലെ എവിടെങ്കിലും തല്ലിപ്പൊടി കേന്ദ്രങ്ങളായിരിക്കും. അല്ലാതെ ദേവാലയത്തിലും അഡോറേഷൻ നടക്കുന്നതും നമ്മുടെ മക്കൾ കാണത്തില്ല. വളരെ അപൂർവമായിട്ട് വല്ലതും 1 or 2 ഉണ്ടെങ്കിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. പെമ്പിള്ളേരോ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെ നമ്മുടെ മക്കളെ ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകരിച്ച്, ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയിൽ കേന്ദ്രീകരിച്ച് സഭയോട് ചേർത്ത് വേണം വളർത്തുവാൻ. ഇതാണ് കുടുംബജീവിതം. നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. വിശ്വാസത്തിലും വിശുദ്ധിയിലും നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. മരിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഇവിടുന്ന് പോകാം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.